യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് സ്നാപയോഹന്നാന്റെ അടുത്ത് പറയും, നീ ആരെക്കുറിച്ച് പറഞ്ഞുവോ അവൻ ഇതാ സ്നാനപ്പെടുത്തുന്നു. ഇത് പറയുമ്പോൾ സ്നാപയോഹന്നാൻ പറയുന്ന ഒന്ന് രണ്ട് വചനങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈബിൾ വേഴ്സസ് ആണ്. അതെ, യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. എന്നിട്ട് യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, മണവാട്ടിയുള്ളവനാണ് മണവാളൻ, അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയപ്പെട്ടവർ, യഹൂദ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം ഇതാണ്. ഈ മണവാളൻ്റെ കൂട്ടുകാർ, സുഹൃത്തുക്കളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കല്യാണത്തിൻ്റെ ഈ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നത്. ഇവിടെ അതിനുശേഷം അവരതിൽ നിന്ന് അപ്രസക്തമാവുകയും മണവാളനും മണവാട്ടിയും മാത്രം മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ക്രിസ്തുവാണ് ഇവിടെ മണവാളൻ. അപ്പോൾ മണവാട്ടി ക്രിസ്തുവിൻ്റെ സഭയാണ്. ഇനി വരാനിരിക്കുന്ന ലോകത്തെ മുഴുവൻ സകല ജാതിയും ചേർത്ത് പിടിക്കുന്ന സഭയാണ് അവൻ്റെ മണവാട്ടിയായിട്ട് പറയുന്നത്. ഇത് എവിടെയാണ് കണക്റ്റഡ് എന്നറിയാവൂ? ഇത് നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ യേശയ്യാ പ്രവാചകൻ, ഹോസിയ പ്രവാചകൻ്റെയൊക്കെ പുസ്തകങ്ങൾ, ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ ഇസ്രായേലിനെ എങ്ങനെയാണ് യഹോവ കരുതിയിരുന്നത്. യഹോവ മണവാളനും ഇസ്രായേൽ മണവാട്ടിയുമായിട്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ യോഹന്നാൻ ഇവിടെ പറയുന്നത്. അതായത് പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങളുടെ എല്ലാ തരത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും നമുക്ക് ക്രിസ്തുവിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാട്ടെന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിൽ മാത്രമല്ല, യേശുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരിലും ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് ബൈബിളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം നമ്മളെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവവചനം ദൈവനിവേശിതമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇത് പഴയ നിയമോട്ട് വളരെ കണക്റ്റഡാണ്. പ്രിയപ്പെട്ട ക്രിസ്മസിന് ചിന്തിക്കുന്ന നമ്മൾക്ക് ഇതിങ്ങനെ ചിന്തിക്കാം, അവൻ വളരുകയും നമ്മൾ ചെറുതാകുകയും വേണം. സ്നാപകൻ പറഞ്ഞതുപോലെ, എൻ്റെ സന്തോഷം ഇതാ പൂർണ്ണമായിരിക്കുന്നു, ഞാൻ അപ്രസക്തനായിരിക്കുന്നു, ഇനി ഞാനല്ല, എന്നുള്ള ക്രിസ്തു വളരണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമയത്തോളം നമ്മളിലുള്ള വ്യക്തിപരമായ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രലോഭനങ്ങൾ, നമ്മൾക്ക് ടെംപ്റ്റേഷൻസ്, അല്ലെങ്കിൽ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന നമ്മുടെ സ്വഭാവ വൈകൃത്യങ്ങളൊക്കെയാണ് നമ്മളിൽ കുറയാനും നമ്മളിൽ ക്രിസ്തുവിൻ്റെ നന്മ ഉയർന്നു വരണം. ഗലേഷ്യൻസ് 5:22 പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് വളരാം. ഈ ക്രിസ്മസ് കാലത്തെ നമുക്കിങ്ങനെ നോക്കിക്കാണാം, എൻ്റെ കുറവുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തികളിലൊക്കെ ഇനിയും ഞാൻ ചെറുതാകേണ്ടിയിരിക്കുന്നു. അവിടെയെല്ലാം ക്രിസ്തു വളരട്ടെ. അങ്ങനെ ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട്, രക്ഷകനെ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നമുക്ക് മാറാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.